ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പവർ ഗ്രൂപ്പിനെ സംബന്ധിച്ച ചർച്ചകൾക്ക് ഇപ്പോഴും അവസാനമായിട്ടില്ല. സൂപ്പർ സ്റ്റാറുകളായ മോഹൻലാലും മമ്മൂട്ടിയും ഈ പവർ ഗ്രൂപ്പിന്റെ ഭാഗമാണെന്ന് പലരും ആരോപണം ഉയർത്തിയിരുന്നു. എന്നാൽ തനിക്ക് ഈ പവർ ഗ്രൂപ്പ് എന്താണെന്ന് പോലും അറിയില്ലെന്നായിരുന്നു മോഹൻലാൽ പ്രതികരിച്ചത്. മമ്മൂട്ടി പറഞ്ഞത് അത്തരമൊരു ശക്തി കേന്ദ്രം സിനിമയിൽ ഇല്ലെന്നും അങ്ങനെയൊരു ഗ്രൂപ്പിന് സിനിമാ മേഖലയിൽ നിലനിൽക്കാൻ സാധിക്കില്ലെന്നുമായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ഇരുവർക്കുമെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് ഗാനരചയിതാവും നിർമ്മാതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി. ഇരുവരുടെയും ആദ്യ ഇര താനാണെന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ എടുത്തു പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മോഹൻലാലും മമ്മൂട്ടിയും ആദ്യമൊതുക്കിയത് എന്നെയായിരുന്നു. പവർ ഗ്രൂപ്പിന്റെ തുടക്കം അതായിരുന്നു. കാരണം തമ്പി സാർ ആളാകുമെന്ന് പറയും, നമ്മളെ വളരാൻ അങ്ങേര് സമ്മതിക്കില്ലെന്ന് പറയും. അങ്ങനെ അവർ എനിക്ക് കാസ്റ്റിംഗ് തരാറായി. മുന്നേറ്റം എന്ന സിനിമയാണ് മമ്മൂട്ടിയുടെ ആദ്യ ചിത്രം. അതിൽ നായകനായിരുന്ന രതീഷിനെ ഞാൻ വില്ലനാക്കി. എന്നിട്ട് അറിയപ്പെടാത്ത മമ്മൂട്ടിയെ നായകനാക്കി. അത്രയും വിനീതനായ മമ്മൂട്ടിയെ പിന്നെ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഞാൻ നിർമ്മാതാവായിരുന്ന കാലത്ത് ഞങ്ങൾ നിർമ്മാതാക്കളും സംവിധായകരുമാണ് ആര് അഭിനയിക്കണമെന്ന് തീരുമാനിച്ചിരുന്നത്. എന്നാൽ 90കൾക്ക് ശേഷം സൂപ്പർ താരം, മെഗാ താരം എന്നൊക്കെ പേര് സ്വീകരിച്ചു നിന്ന സമയത്ത് കഥ മാറി. ഞങ്ങളെ സംവിധാനം ചെയ്യേണ്ടത് ആരാണെന്ന് അവർ തീരുമാനിച്ചു. അപ്പോഴാണ് താരമേധാവിത്വം വന്നത്. അവരെ വേണമെങ്കിൽ പവർ ഗ്രൂപ്പ് എന്ന് വിളിക്കാം. മോഹൻലാലിന് ഇഷ്ടപ്പെടുന്ന കഥ എഴുതുന്ന എഴുത്തുകാരൻ, ഷോട്ട് എടുക്കുന്ന സംവിധായകൻ, അങ്ങനെ അവർ സൃഷ്ടിച്ചു തുടങ്ങി. ഒരാൾ കഥ പോയി പറഞ്ഞാൽ ഈ കഥ ഈ സംവിധായകന് കൊടുക്കാമെന്ന് അവർ തീരുമാനിച്ചു. ഇന്നിപ്പോൾ പവർ ഗ്രൂപ്പ് തകർന്നു. ബുദ്ധിയുള്ള മമ്മൂട്ടി, നിയമം അറിയാവുന്ന മമ്മൂട്ടി, അതുകൊണ്ടാണ് പ്രൊഡക്ഷൻ തുടങ്ങിയത്. പല നിർമ്മാതാക്കളെയും ഇവർ അന്ന് പുറത്താക്കിയിരുന്നു. സംവിധായകൻ ക്രിയേറ്റേഴ്സ് മാത്രമാണ്. ക്രിയേറ്ററുടെ പ്രാധാന്യം പെർഫോമേഴ്സിനില്ല. അവരുടെ കൂടെ ആള് കൂടുമായിരിക്കും, പക്ഷേ പെർഫോമേഴ്സിന് 2ാം സ്ഥാനമേയുള്ളൂ. മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയുമായിരുന്നു ഒരു കാലത്തെ സൂപ്പർ സ്റ്റാറുകൾ. സുരേഷ് ഗോപി പിന്നീട് പിന്തള്ളപ്പെട്ടു. ഈ താരങ്ങളെ കുറിച്ച് ഏതെങ്കിലും നടിമാർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ? ഗണേഷ് കുമാറിനെതിരെ നിരവധി ആരോപണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സമയത്ത് ഗണേഷിനെതിരെ ഏതെങ്കിലും നടി ആരോപണവുമായി വന്നിട്ടുണ്ടോ? പീഡനത്തെ ഞാൻ പിന്തുണയ്ക്കുന്നില്ല, തെറ്റാണ്. മുകേഷ് ചെയ്താലും തെറ്റു തന്നെ. ഈ സമീപനം 100% തെറ്റാണ്. അവരെ രക്ഷിക്കാനൊന്നുമല്ല വാർത്താ സമ്മേളനം വിളിച്ചത്. പക്ഷേ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉന്നയിക്കുന്ന പരാതിയുടെ പേരിൽ മലയാള സിനിമയെ ഒന്നടങ്കം നശിപ്പിക്കാൻ ശ്രമിക്കരുത്. WCCയെ ഞാൻ പിന്തുണയ്ക്കുന്നു. കമ്മീഷനെ രൂപീകരിച്ചതിൽ സർക്കാരിനെ അഭിനന്ദിക്കുന്നു. പക്ഷേ 4 വർഷം റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത് തെറ്റ് തന്നെയാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് പോലെ മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും നടിമാരുടെ വാതിലിൽ മുട്ടുന്ന സംഭവങ്ങൾ താൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും നടി ഷക്കീല കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ശക്തമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ സിനിമാ മേഖലയിലെ അതിക്രമങ്ങളെക്കുറിച്ച് എത്ര റിപ്പോർട്ട് വന്നിട്ടും കാര്യമില്ലെന്നും അവർ തുറന്നടിച്ചു. സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട്. മോഹൻലാലും മമ്മൂട്ടിയും അല്ലാതെ വേറെ ആരാണ് ആ പവർ ഗ്രൂപ്പ്? മുകേഷ് അടക്കമുണ്ടെങ്കിലും ഇരുവരും തന്നെയാണ് മെയിൻ പവർ ഗ്രൂപ്പ് എന്നത്. പണ്ട് കാലത്ത് വസ്ത്രം മാറാൻ സ്ഥലമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മലയുടെയും കായലിന്റെയും ഒക്കെ മറവിൽ നിന്നാണ് വസ്ത്രം മാറിയിരുന്നത്. ഒരാൾ തുണി പിടിച്ചു തരും, ഞങ്ങൾ വസ്ത്രം മാറും. ഇപ്പോൾ കേരവാനുണ്ട്. വസ്ത്രം മാറാൻ വേണ്ടി മാത്രമാണോ കേരവാൻ ഉപയോഗിക്കുന്നത്? അവിടെയെല്ലാം നടക്കുന്നു. അവിടെ ഡിന്നറും ലഞ്ചും സെക്സും എല്ലാം നടക്കുമെന്നായിരുന്നു ഷക്കീല ആരോപിച്ചത്.